CPM ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നികിദാസ് ഗോവൻ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാറിടിച്ച് കയറ്റിയ സംഭവത്തിൽ കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാമാകട്ടെ പ്രതി നൽകുന്നത് വിചിത്ര ന്യായവും. ഇയാൾക്കെതിരെ 2013 കാപ്പയും ചുമത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം. എന്നാൽ ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് ജൂലിയസ് നികിദാസ് സ്വകാര്യ കാർ ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ കേസെടുക്കില്ലെന്ന നിലപാടിലാണ് നിലവിൽ കസബ പോലീസ്. ജൂലിയസ് നികിദാസ് ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത് അബദ്ധത്തിലെന്നും പോലീസ് പറയുന്നു. അബദ്ധം ബോധ്യപ്പെട്ടതിനാലാണ് യുവാവിനെതിരെ പിഴ മാത്രം ചുമത്തി വിട്ടയച്ചത്. എന്നാൽ ട്രാഫിക് പോലീസിന്റെ നിർദ്ദേശം ലംഘിച്ച് ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് യുവാവ് കാർ ഓടിച്ചു കയറ്റിയായിരുന്നു സുരക്ഷാ വീഴ്ചയുണ്ടാക്കിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിലും യുവാവ് കാർ വീണ്ടും വാഹനങ്ങൾക്കിടയിലേക്ക് കയറ്റാൻ ശ്രമിച്ചതായും രാജ്ഭവൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതിനിടെ എല്ലാം പോലീസിന്റെ തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ജൂലിയസ് നികിദാസും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പോലീസിന്റെ ഈഗോയാണ് തനിക്കെതിരായ ആരോപണത്തിന് പിന്നിലെന്നും ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാറിടിച്ച് കയറ്റിയിട്ടില്ല, സംഘപരിവാർ അനുകൂലികളായ പോലീസുകാർ തന്നെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും ജൂലിയസ് നികിദാസിന്റെ വിശദീകരണമുണ്ട്. 20-ലധികം വാഹനങ്ങളാണ് ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലുണ്ടായിരുന്നത്. ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ വെപ്രാളത്തിൽ വാഹനവ്യൂഹത്തിലേക്ക് ജൂലിയസ് നികിദാസ് സ്വകാര്യ കാർ ഓടിച്ചു കയറ്റുന്ന സ്ഥിതി ഉണ്ടാവുകയായിരുന്നെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ വാഹനവ്യൂഹം കണ്ടതോടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് പോകുന്നതെന്ന് ജൂലിയസ് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് വാഹനവ്യൂഹത്തിലേക്ക് സ്വന്തം കാർ ഇടിച്ചു കയറ്റിയതെന്നും ഇതെല്ലാം മറച്ചുവെക്കാനാണ് പോലീസിന് കിട്ടുന്ന ഉന്നത നിർദ്ദേശമെന്നും CPMലെ സമ്മർദ്ദം കാരണം പോലീസ് കേസ് ഒഴിവാക്കി. മനഃപൂർവ്വമായിരുന്നു കാർ മുൻപോട്ടെടുത്തതെന്ന് തിരിച്ചറിഞ്ഞാണ് ജൂലിയസിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അപ്പോഴാണ് CPM ബന്ധം തിരിച്ചറിഞ്ഞത്. CPM നേതാവിന്റെ മകനായതിനാലാണ് പോലീസ് പെറ്റി കേസ് ചുമത്തി വിട്ടയച്ചതെന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. യുവാവിനെ കസബ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ മകൻ ജൂലിയസ് നികിദാസ് ആണെന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് ട്രാഫിക് നിയമം ലംഘിച്ചതിന് 1000 രൂപ പിഴ ഈടാക്കി യുവാവിനെ വിട്ടയക്കുകയായിരുന്നു. മാറാട് അയ്യപ്പ ഭക്ത സംഘം ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ബേപ്പൂർ BC റോഡിലുള്ള എടത്തൊടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ നിന്ന് രാത്രി തിരിച്ച് തിരുത്തിയാടുള്ള വീട്ടിലേക്ക് ഗവർണർ വരുന്ന വഴിയായിരുന്നു സംഭവം. വീട്ടിലെത്തിയ ഗവർണർ പിന്നീട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിങ്കളാഴ്ച പുലർച്ചെ 12:40 ഗോവയിലേക്ക് പോവുകയും ചെയ്തു.